ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറേ ദിവസമായി ലൈവിലോട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ വണ്ണഞ്ചേരിയിൽ നിന്ന് സ്ഥലം മാറി എറണാകുളം കൊച്ചിയിലോട്ട് വന്ന താമസത്തിന് ഇവിടെ ചേരാനല്ലൂരിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു 2 നില വീടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്സ്റ്റെയറിൽ മേലത്തെ റൂമിലാണ് താമസിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡിലും ജനലുണ്ട്. 3 പാളി വീതമുള്ള ജനലുകളുണ്ട്. പക്ഷെ ജനൽ തുറന്നിട്ടാലോ കൊതുകിൻ്റെ ഒടുക്കം വെച്ച ശല്യം. ഇനി തുറന്നിടാതെ കിടക്കാമെന്ന് വെച്ചാലോ ചൂടുകൊണ്ട് കിടക്കാൻ വയ്യ. ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ്. ഒന്നാമത് ഇപ്പം എല്ലായിടത്തും ചൂടാണ് എങ്കിലും ഇവിടെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുക് കയറും. കാറ്റും ഇല്ല, കൊതുക് കയറും, കാറ്റ് കുറച്ചൊക്കെ വരും. പക്ഷെ എനിക്ക് ചൂട് കാരണം തുറന്നിടാനും പറ്റത്തില്ല, കൊതുക് കാരണം തുറന്നിടാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അത് കാരണം ഈ ചൂടിനെയൊക്കെ ഒഴിവാക്കി റൂമൊക്കെ ഒന്ന് തണുപ്പിക്കാനും വേണ്ടി ഞാനൊരു സംഭവം ചെയ്യാനും വേണ്ടി ഉള്ള പ്ലാനിലാണ്. അതെന്താ സംഭവം എന്നൊക്കെ ഞാൻ പുറകിന് കാണിച്ചു തരാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് നോക്കുക, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് ചെയ്യാനുള്ള പ്ലാനൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു 12 വോൾട്ടിൻ്റെ 5 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ. ഇത്ര ഐറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ പരീക്ഷണം നടത്താൻ പോകുന്നത്. ഇത് എന്തൊക്കെയാലും വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും നിങ്ങളിത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. മറ്റേ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വരുന്ന ഫാനാണ് ഇത്. ഇതൊരു 24 എണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം അതാണ്. ഇതൊക്കെ നമുക്കൊന്ന് ഒതുക്കി അവിടോട്ട് വയ്ക്കാം. ഒന്ന് അടിച്ച് മാറ്റാം. ഒന്നിച്ച് വാങ്ങിയ കാരണം കെട്ടിട്ടാൽ മേടിച്ച്, അല്ലെങ്കിൽ മൊത്തം കുരുങ്ങിപ്പോയല്ലോ നോക്ക്. ഇത് 24 എണ്ണം നമ്മളിത് ഇങ്ങനെ 3 എണ്ണം വീതം കണ്ടാ, ഇങ്ങനെ 3 എണ്ണം വീതം നമ്മൾ ഇവിടെ ഗമ്മ് വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കും. അതായത് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒട്ടിക്കും. ഇങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ 3 എണ്ണം വീതം ഇങ്ങനെ ഒട്ടിക്കും. ഇങ്ങനെ 24 എണ്ണം ആകുമ്പം ഇങ്ങനത്തെ ഒരു 8 ലെയർ വരും. അപ്പോൾ 8 3 24. ഇത് ഒട്ടിക്കലാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. നമുക്കിത് ഒട്ടിക്കാവേ. ഇതൊരു ഫെവിക്വിക്ക് കേട്ടോ, നല്ല ഗമ്മാണ്. നമ്മൾ സെൻറ്ററിൽ വെച്ച് പൊട്ടിക്കണം. ഇതിനൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി കേട്ടോ. പരീക്ഷണം ചെയ്യുന്നിടയ്ക്ക് കൈയൊക്കെ എളുപ്പമായിരിക്കും. ഗൈസ്, എൻ്റെ കയ്യിൽ പശ ഒട്ടിയിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, എന്നിട്ട് നമ്മളിത് പറിച്ചെടുക്കും. പക്ഷെ ഉണങ്ങി കിട്ടും. ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇട്ടാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ഇപ്പം 2 എണ്ണം ഞാനിങ്ങനെ ഒട്ടിച്ചു. ഞങ്ങൾക്ക് റിട്ടേൺ വെച്ചിട്ട്, അല്ല റിട്ടേൺ അല്ല, 3 എണ്ണം വീതമാണ് ഒട്ടിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് വെക്കാവേ. അടുത്ത 2ാമത്തെ ഒരെണ്ണം നമുക്ക് വയ്ക്കാം. അതിന് മുമ്പ് ഈ വയർ നമുക്ക് സൈഡിലോട്ടാക്കി കൊടുക്കാം കേട്ടോ. തൊട്ടിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, അല്ലെ എൻ്റെ കയ്യിലെ കണക്ക് ഇങ്ങനെ ഒട്ടി പശ വന്ന് ഇങ്ങനെ അത് സ്കിന്നെ മുഴുവൻ പശ ഒട്ടിയിരിക്കും. ഇങ്ങനെ ഇരിക്കേണ്ടി വരും കേട്ടോ. അതാണ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കഴിവത് നമ്മളുടെ കൈ കൊടുക്കാതിരിക്കുക, അതാണ് നമ്മുടെ കൈക്ക് നല്ലത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഫാനിട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ഊതി കൊടുക്കാം. എൻ്റെ കയ്യിൽ എനിക്ക് കളയണമെങ്കിൽ പാടാണല്ലോ. അത് 3 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്രാവശ്യം ഒട്ടിക്കാവേ. ഒരു കുഞ്ഞായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ.
ഒത്തിരി ഒന്നും വേണ്ട, ഒരു തുള്ളിയുടെ ആവശ്യമുള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ പരീക്ഷണം കേട്ടോ. ഇത് ഫസ്റ്റ് ലെയർ നമ്മളിങ്ങനെ ഒട്ടിച്ച് നമുക്കിനി ഇത് ഇവിടോട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഒട്ടിക്കാം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ലൈവിലൊക്കെ വന്നിട്ട് കുറേ ദിവസമായി. പലരും എനിക്ക് മെസ്സേജ്, ഇൻസ്റ്റയിലുള്ളവരൊക്കെ എനിക്ക് അയക്കാറുണ്ട്, എന്താ ചേച്ചി ലൈവ് വരാത്തതെന്ന്. ഞങ്ങൾ താമസം മാറി കൊച്ചിലോട്ട് വരുന്നതാണ്, ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊക്കെ വരാത്തത്. ഇനി മുതൽ ഞാൻ ലൈവിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കയറണം, നേരത്തെ പോലെ കാണണം. ഇന്നിത് കഴിയുമ്പോൾ ഒരു ലൈവ് കാണും കേട്ടോ. ഈ വീഡിയോ, അതായത് ഇത് ചെയ്ത് കഴിയുമ്പം ഇന്ന് വൈകിട്ടൊരു ലൈവ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ ഒട്ടിച്ചു. ഞാനത് തിരിച്ച് വെച്ച് ഒട്ടിക്കാവേ. ഒരു ഡ്രോപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതിലൊന്നും ഒഴിക്കണ്ട. പിന്നെ കൈ കളയാതെ നോക്കുക. കൈ എൻ്റെ പശ വീണ് കഴിഞ്ഞാൽ കളയാൻ വലിയ പാടായിരിക്കും. അപ്പം നമ്മൾ സെക്കൻഡ് ലെയറും ഒട്ടിച്ചു. നമുക്ക് അടുത്ത് ഒട്ടിക്കാവേ. അടുത്ത ലെയർ നമുക്ക് ഒട്ടിക്കാം. ഇങ്ങനെ നമ്മൾ 24 എണ്ണം നമ്മളിങ്ങനെ ഒട്ടിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 3 പീസ് വീതം ഒട്ടിക്കാം. നാളെ മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും, ഷോർട്സ് ഇടും. എല്ലാവരും വരണം, കാണണം, ലൈവിൽ കയറണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മൂന്നാമത്തെ ലെയർ നമുക്ക് ഒട്ടിക്കാവേ. വീണ്ടും കയ്യെ പച്ച പറ്റി ഫ്രണ്ട്സ്. ചെയ്യാനാണ് നോക്കുന്നത്. നമുക്ക് ഇത് ഒട്ടിക്കാം. അടുത്ത ലെയർ കറക്റ്റായിട്ട് വയ്ക്കുക. ഒട്ടി കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും. അങ്ങോട്ട് ഒട്ടില്ല കേട്ടോ. ഈ ഒട്ടിക്കുന്നത്
ഈ സംഭവം നമ്മുടെ പഴയ ഫ്രിഡ്ജിൻ്റെ, ഞാൻ പുതിയ ഫ്രിഡ്ജ് വാങ്ങിയായിരുന്നു. ഇത് പഴയ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. കറക്റ്റ് ലെവൽ ഇത് ഒട്ടിക്കാൻ വേണ്ടി ഈ ഗ്ലാസ് ഇട്ട് വെച്ച് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് കൂടെ ഒട്ടിക്കാവേ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. അങ്ങനെ അടുത്ത് നമ്മൾ ഒട്ടിച്ചു. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബിലിടുന്ന, ഞാൻ യൂട്യൂബിൽ വരാറുള്ള എൻ്റെ ലൈവ് എടുത്തിട്ട് ഏതോ കാമദ്രോഹികളൊക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം, എൻ്റെ ലൈവ് എടുത്തിട്ട് കൊണ്ട് ടാങ്കോയ്ക്കകത്ത് പുതിയ ID തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഫേക്ക് ID ഉണ്ട്. എൻ്റെ ലൈവിലെ എടുത്തിട്ട് വീഡിയോ പോലെ കട്ട് ചെയ്തിട്ടിട്ട് ഫേക്ക് IDയിൽ എൻ്റെ കുറേ ഇത് ഇറങ്ങുന്നുണ്ട്. ആരും കൊണ്ട് ദൈവത്തെ ഓർത്ത് കാശൊന്നും അടച്ച് അവർക്ക് കയറരുത്. കാരണം എനിക്ക് അതിൻ്റെ അത് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല. ഞാൻ മാക്സിമം എനിക്ക് അയച്ചു തന്നൊക്കെ ഞാൻ സ്റ്റോറി ഇടാറുണ്ട്, ഇപ്പം കുറച്ചായിട്ടിട്ട്. അത് കാരണം ആരെങ്കിലുമൊക്കെ എൻ്റെ ഫേക്ക് ID കാണുവാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കുക. എൻ്റെ അല്ല അതൊന്നും. ആരും ദൈവത്തിനെ വിചാരിച്ച് അതിൻ്റെ അകത്തൊന്നും കാശ് കൊണ്ടിടരുത്. കുറേ കള്ളപ്പന്നികൾ കാശ് കിട്ടാനും വേണ്ടിയിട്ട് എൻ്റെ ലൈവൊക്കെ എടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. മാക്സിമം എൻ്റെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നവരൊക്കെ ഒന്നെടുത്ത് കളഞ്ഞേക്കണേ. കളയാന്ന് വെച്ചാൽ ഒന്ന് റിപ്പോർട്ട് അടിച്ച് വിട്ടാൽ മതി. അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. ഒന്ന് കളയുമ്പോൾ പിറ്റേന്ന് അടുത്ത ദിവസം അടുത്ത ലൈവിൻ്റെ വന്നെടുക്കുക. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർ തന്നെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ തന്നെ ആണോ അത് ചെയ്യുന്നത് പോലും എനിക്ക് ഡൗട്ടുണ്ട്. അത് കാരണം അത് ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ റിപ്പോർട്ട് അടിച്ച് വിടണം കേട്ടോ. ഞാനല്ലത്, എൻ്റെ ഫേക്കാണ്, എൻ്റെ ഫേക്ക് ID ആണ് അങ്ങനെ വരുന്നത്. ഞാൻ അതിൻ്റെ അകത്തൊന്നും ടാങ്കയ്ക്കകത്തും ഒന്നുമില്ല. പിന്നെ ഇൻസ്റ്റയ്ക്കകത്ത് എനിക്ക് 3 ID ഉണ്ട്. രേഷ്മ പ്രസാദ് ഒഫീഷ്യൽ 2, രേഷ്മ പ്രസാദ് ഒഫീഷ്യൽ 2.0, പിന്നെ റെഡ് റോസ്. അങ്ങനെ 3 ഉള്ളൂ. വേറെ ഒന്നും എൻ്റെ ID അല്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിൻ്റെ അതുകൊണ്ട് കാശ് അടച്ചിട്ട് അവസാനം എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് അടിച്ചു വിട്ടേക്കെ. അങ്ങനെ നമ്മൾ അടുത്തതും ഒട്ടിച്ചു.
ഓഫ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു 2 സെക്ഷൻ സെറ്റ് ചെയ്യാൻ കാണുമായിരിക്കും നോക്കട്ടെ. കറക്റ്റിന് 2 സെറ്റോട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടുത്ത പരിപാടിയിലോട്ട് പോകാം കേട്ടോ. ഈ സൈഡ് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ചേട്ടോ. ഇനി ഒരു സെക്ഷൻ കൂടെ ഒട്ടിക്കാനുണ്ട്. ഒരു സെറ്റോട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി അങ്ങ് തീരും. നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇത് നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാക്കി പറയുന്നുണ്ട്. ഇത്ര സെക്ഷൻ ഒട്ടിച്ചു കേട്ടോ. ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മളങ്ങനെ എല്ലാ ഫാനുകളും മൂന്ന് ലെയർ വീതം നമ്മളെല്ലാ ഫാനും ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, ഇത്രയും ഫാനുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇനിയും ഉള്ള അടുത്ത ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ കേബിളുകൾ കണ്ടില്ലായിരുന്നു ആദ്യമേ.
ഇതിലെ വഴിയാണല്ലോ നമുക്ക് കറണ്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് റെഡ് കളറിലെ കേബിളും ഉണ്ട്, ബ്ലാക്ക് കളറിലുണ്ട്. റെഡ് വരുന്ന പ്ലസും ബ്ലാക്ക് വരുന്ന മൈനസും ആണ്. ഇതിന് നമുക്ക് ഒന്നിച്ചെല്ലാം കൂടെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പം ഞാനൊരു ഐഡിയ ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കട്ട് ചെയ്ത് വിടുക. ഇതാണ് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പണി. അതിന് നമ്മളൊരു പ്ലെയർ എടുക്കുക, ഇതിൻ്റെ കണക്ഷൻ ഇതിന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വയറും കൂടെ എടുത്ത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. കാണുമ്പോൾ എളുപ്പമെന്നൊക്കെ തോന്നും, പക്ഷേ പണിയുള്ള പാടാം. ഇത് ഓൾറെഡി കട്ട് ചെയ്ത ദിവസമാണ്. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് നിൽക്കുക. ഇതിൻ്റെ അകത്ത് ഓരോന്നിനെയും നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പം എല്ലാം റെഡും ബ്ലാക്കും ആയിട്ട് സെപ്പറേറ്റ് ആയി. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്കിനെ എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, റെഡിനെ എല്ലാം കൂടെ വേറൊരു സൈഡിലോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അവസാനം വഴക്കായി പോകും. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം നമുക്ക് ആദ്യമേ ബ്ലാക്ക് എല്ലാം കൂടെ എടുക്കുക. 3 ബ്ലാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്കും ആദ്യം ഈ റെഡിനെ നമുക്ക് ഈ സൈഡിലോട്ട് വയ്ക്കാവേ. റെഡ് എല്ലാം കൂടെ റൈറ്റ് സൈഡിലോട്ടാണ് ഞാൻ വെക്കുന്നത്. വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടോ 3 ലെയർ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൊരു കുഴിവ് പോലുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. ഗമ്മ് വെച്ച് ഒട്ടിക്കുമ്പോൾ വേറൊരു പണിയുണ്ട്. വേറെ പണിയില്ല, നമുക്കൊരു കയ്യെ കുറച്ച് പശയൊക്കെ വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട്, ഇത് മെനക്കെട്ട പണിയാണ്, ഇതിൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് 3 വരും കേട്ടോ. 3 വരുമ്പോൾ നമ്മൾ കണ്ട. ഇപ്പം മറ്റേ റെഡ് മാത്രം നമ്മൾ സൈഡിൽ കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ലൈൻ, പിന്നെ രണ്ടെണ്ണം, 2 കേബിൾ, പിന്നെ 3. അത് നമ്മൾ സൈഡിലോട്ടാക്കി വെച്ചോ. ഇനി നമുക്ക് ഈ ബ്ലാക്കിനെ റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവരാവേ. റെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ബ്ലാക്ക് വെക്കുന്നത് കേട്ടോ. കൈ പശ തെറ്റായിരിക്കാം. നമുക്കിതിൻ്റെ കണ്ടിച്ചിട്ട കണക്ക് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ചേക്കണം. ഇവിടെ ഒട്ടിക്കാതെ ഇത് ഒട്ടിക്കുമ്പോൾ മാക്സിമം 3 ലെവൽ ചെയ്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ പൊങ്ങി ഇരുന്നതിന് പണിയാണ് കേട്ടോ. പൊങ്ങിയിരിക്കാൻ പാടില്ല, ലെവൽ ചെയ്ത് തന്നെ എത്തിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരെണ്ണം ദേണ്ടെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാവേ. നെക്സ്റ്റ് നമുക്ക് ഇതാണ് പൊട്ടിക്കാം. ഇതിൻ്റെ റെഡ് എല്ലാം എടുത്തു. റെഡ് എല്ലാം എപ്പോഴും റൈറ്റിലോട്ടും ബ്ലാക്ക് എല്ലാം ലെഫ്റ്റിലോട്ടുമാണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ നമ്മളിവിടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ പണി കാണും. ഫസ്റ്റിൽ നമുക്ക് റെഡിനൊട്ട് കൊടുക്കല്ലേ. ഫസ്റ്റിലല്ല, നമുക്ക് 3 എണ്ണം കൂടെ ഒന്നിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാവേ. അടുത്ത നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാം ഇനി ഒട്ടിച്ചെടുക്കണം കേട്ടോ. കണക്ഷൻ കട്ട് ചെയ്യണം. കണക്ഷൻ കട്ട് ചെയ്തിട്ട് 2 വയർ സെപ്പറേറ്റ് ചെയ്യുക. നമുക്ക് റൈറ്റിലോട്ടാണ് ഇടേണ്ടത്. അതാരും തല തിരിച്ചിട്ടില്ല കേട്ടോ. റൈറ്റിലോട്ടും ബ്ലാക്ക് ലെഫ്റ്റിലോട്ടാണ് ഇടേണ്ടത്. കയ്യെ കുറച്ച് കുറേ തട്ടി
ബ്ലാക്കിനെ ഇങ്ങോട്ടിട്ട് കേട്ടോ. റെഡൊക്കെ അങ്ങോട്ടിട്ട് നിങ്ങൾക്ക് ബ്ലാക്കിനെ എടുത്ത് ഇങ്ങോട്ടാക്കാം. കൈ നല്ല വൃത്തിക്ക് പശ ഒട്ടാനുള്ള സാധ്യതയുണ്ട്. വല്ല ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ പശ പറ്റാണ്ടിരിക്കും കേട്ടോ. അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ വിരലിൽ പശയാവും. അതാണ് ഇതിൻ്റെ താഴ്പാടുള്ള പ്രശ്നം. അടുത്ത് നമ്മൾ ഒട്ടിച്ചു. ഇതിൻ്റെ കണക്ഷന് കട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്തു. കേബിൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ. ഇതിനൊക്കെ റെഡിനെയൊക്കെ റൈറ്റിലോട്ടും ബ്ലാക്കിനെയൊക്കെ ലെഫ്റ്റിലോട്ടും ഇടാവേ. അടുത്ത് നമ്മൾ ഒട്ടിച്ചു കണ്ടോ. പിന്നെ എടുക്കണം കേട്ടോ.
ഇതിൻ്റെ നമുക്ക് റെഡിനെ റൈറ്റിലോട്ടിടാം. ഇത് നമ്മൾ റെഡ് കളറിൽ, അതായത് പ്ലസ്സിനെ നമ്മൾ ഒരു സൈഡിലോട്ട് ഇടുന്നെങ്കിൽ എല്ലാത്തിനും അങ്ങനെ തന്നെ ഇടണം. അല്ല അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും പോകാൻ പാടില്ല കേട്ടോ. കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇത് മേലിൽ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ മേലിൽ ചെന്നിരിക്കാൻ പാടില്ല ഈ വയറൊന്നും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിനുള്ള വേറെ ഐഡിയ ആയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ചെയ്യുമ്പോൾ എല്ലാ വയറും മറ്റേ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതും ചെയ്ത് നമുക്കൊരു 3 കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് എല്ലാം ഒട്ടിച്ച് വെച്ചേക്കാണ്. നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ചൊക്കെ എടുക്കുക. നമുക്ക് ഈ വയറിന് ഇത്ര ലെങ്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഒരു മാക്സിമം ഇത്ര ലെങ്ത് നിർത്തിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക രണ്ട് സൈഡിൽ നിന്ന്. കട്ടി മാറ്റണം. എന്നിട്ട് നമുക്ക് അടുത്തൊരു കത്തിയുണ്ട്. ഇതിൻ്റെ അകത്തത്തെ മറ്റേ ഈ പുറത്തത്തെ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് കമ്പി എടുക്കണം. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റണം നമ്മൾ. കണ്ടോ, ഇങ്ങനെ കമ്പി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാം, ഇങ്ങനെ എടുക്കാം. കത്തിയാണ്, കൈ മുറിക്കല്ലേ. ആരും ഞാൻ കാണിച്ചു തന്നുകൊണ്ട് കൈ മുറിക്കാൻ പറഞ്ഞ ആരും വരാൻ പാടില്ല. മൂന്നെണ്ണം എടുത്ത് മാറ്റിയിട്ട് ഇത് 3 കമ്പിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 3 കൂടെ ഒന്നിച്ച് ചുറ്റി വെക്കാം. ഒന്നിച്ച് ചുറ്റി വെച്ചിരിക്കുകയാണ്. കണ്ടോ,
അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണം. ഇത്ര ലെങ്ത് വേണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 3 സൈഡിലത്തേക്ക് കളഞ്ഞുണ്ടാവും. കളഞ്ഞ് ഇങ്ങനെ വരും 3 എണ്ണം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചുറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒട്ടിച്ച് വെച്ചേക്കുന്ന എല്ലാത്തിൻ്റെ നമുക്കിങ്ങനെ ചെയ്യാവേ. ഇതെല്ലാം തന്നെ ഇങ്ങനെ ചെയ്തു, ഈ സൈഡും ചെയ്തു. ഇവിടെ റെഡും ബ്ലാക്കും കണ്ടോ. അപ്പം നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, നമ്മളെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ച് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോന്നെടുത്തിട്ട് നമ്മളിങ്ങനെ വയ്ക്കുക. അതിൻ്റെ പൊക്കത്ത് അടുത്ത, അതായത് ഇവിടെ റൈറ്റിലോട്ട് റെഡില്ല, ഇവിടെ എല്ലാം റെഡ് ഈ സൈഡിലോട്ട് ബ്ലാക്ക്, അങ്ങനെ ആക്കി നമ്മളിത് ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കുക. കണ്ടാ, ഇങ്ങനെ വരുമ്പം ഇപ്പം ഒരു 8 എക്സ്റ്റേഴ്സിൻ്റെ ചെറിയ ഫാൻ നമ്മൾ കണ്ടോ ഒന്നിച്ച് വെച്ചാണല്ലേ. ഇത് കൂട്ട് 8 എണ്ണം, അതായത് 3 എണ്ണം വീതമുള്ള 8 സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 8 3 24. അങ്ങനെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ അടുക്കി ഒട്ടിച്ച് ചെയ്യണം. ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു 8 ലെയർ ഇങ്ങനെ വരും. ഇതാണ് അടുത്ത് ചെയ്യേണ്ട ടാസ്ക്. പക്ഷെ ഇത് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ ആദ്യം ഇച്ചിരി ഒരു പിടുത്തമുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് വേണം വെക്കാൻ. പിന്നെ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിവിടെ ഒട്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ലെവൽ ചെയ്താലേ ഇതിന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഈ വയർ അവിടെ നിന്ന് ചാടി തൂകാതെ ഇങ്ങനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് 2 പ്ലസും പോസിറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു ഫിനിഷിങ് കാണത്തില്ല. ചിലപ്പോൾ ചെയ്യുമ്പോൾ വെളിയിലോട്ടൊക്കെ ചാടി വരും. അങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ, സെറ്റ് ചെയ്തിട്ട് തന്നെ നമുക്കിവിടെ ഗം വെച്ച് ഒട്ടിക്കണം. അതാണ് അടുത്തത്. അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ചാണ് തന്നെ ഇതിങ്ങനെ ഗം വെച്ച് ഒട്ടിക്കണം. ഓക്കെ, അത് ചെയ്യാവേ. നമ്മൾ ലെവൽ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഗം എടുത്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഈ വിരലിലൂടെ ഇവിടെ നമുക്ക് ഗം വെച്ച് ഒട്ടിച്ച് പ്രസ് ചെയ്ത് വെക്കാം. അപ്പം നല്ല സെറ്റായിട്ട് അവിടെ ഇരിക്കും. നല്ലൊരു ഐഡിയ. പ്ലെയർ ചെറുതായിട്ട് പിടിച്ച് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പോകും. ഞാൻ നമുക്ക് എല്ലാം ഒട്ടിക്കാം, എല്ലാ സൈഡും ഒട്ടിക്കാം. ചെറിയൊരു പിടുത്തം ടയർ വെച്ച് പിടിക്കാം. ഇപ്പം കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചേക്കുക. ഇങ്ങനെ നമുക്ക് ഈ 8 എണ്ണം ഒട്ടിക്കാം.
പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലും കൂടെ ഇപ്പുറത്തും കൂടെ ഒക്കെ ഒഴിക്കാം കേട്ടോ, ചെറുതായിട്ട്. ഇനി ഒരു ഒട്ടനൊരു ബലമില്ലെങ്കിൽ നമുക്കൊന്ന് ഒട്ടിക്കാൻ ഓരോ ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ഇടാവേ. എന്തെങ്കിലും കുഴപ്പമില്ല, കയ്യും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. കയ്യിൽ പ്രശ്നമില്ല മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ലെയർ കൊണ്ട് വന്നിട്ടില്ലാണ്ട് ശരിയായിട്ടില്ല. ഇങ്ങനെ പിടിച്ച് നമുക്ക് ഒട്ടിക്കാം കേട്ടോ, ശരിക്കും നോക്കണം. ഒരു സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒട്ടുമില്ല. ഒട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പോഴും വെള്ളത്തിലാവും. ഒട്ടിക്കുന്ന സൂക്ഷിച്ചും വേണം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഒട്ടിക്കഴിഞ്ഞാൽ അതൊരു പണിയാകും. അടിഭാഗം ഒട്ടാനുള്ള വളരെ വലിയ വലിയ സാധ്യതകളൊക്കെ ഉണ്ട്. ഒരു വേസ്റ്റ് തുണി, ഞാനൊരു വേസ്റ്റ് തുണി എടുത്തിട്ട് വരട്ടെ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഒട്ടിക്കണം കേട്ടോ. ഒരെണ്ണം കൂടെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിക്കാവേ. ടേബിളിലിരിച്ച് വേണം ഒട്ടിക്കാൻ. ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാവേ, ഒട്ടുന്നിടം വരെ. അതാണ് ഒട്ടി. ഇനി നമുക്ക് അടുത്ത സൈഡ് വെക്കാം. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഒട്ടണമല്ലോ ഇത്. നമുക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് തുള്ളി വീതം ഒഴിക്കാവേ. ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ 4 ലെയർ ഉണ്ടാക്കി. ഇനി നമുക്ക് 4 എണ്ണം കൂടെ ഉണ്ട്. അത് 4 എണ്ണം കൂടെ ഒട്ടിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒട്ടിക്കാം.
അതിന് മുമ്പ് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ നമുക്കൊന്ന് ഒട്ടിക്കാവേ. ഇവിടെ പിന്നെ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഓൾറെഡി സാരി വീണത്. ഇപ്പം നമ്മൾ 2 സൈഡ് ഒട്ടിച്ചിരിക്കുകയാണ്. ബാക്കിങ്ങനെ ഇനി ബാക്കി 4 കൂടെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒട്ടിച്ചിട്ടുള്ളത് കാണിക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് 8 ലെയറുള്ള നമ്മുടെ 24 ഫാൻ വെച്ചിരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഒരു സൈഡിൽ റെഡ് കളറിലെ കേബിൾസ് ആണ് കൊടുത്തേക്കുന്നത്, ഈ സൈഡിൽ ബ്ലാക്ക് കളറിലെ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ടാസ്ക്, ഇതിപ്പോൾ ഫുള്ള് നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഫ്രണ്ട് ബാക്കിലെ സൈഡെല്ലാം ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ റെഡ് കളറിൽ ഈ കേബിൾ വരുന്നിടത്തില്ലേ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അവിടെ ഈ അളവാണ് വരുന്നത്. ഈ 2 ഈ റെഡിൻ്റെ ഇവിടെ ചുട്ട് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതും തമ്മിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ ഇത് കണക്ക് തന്നെ ചുരുട്ടി വെക്കണം. അങ്ങനെ ഈ സൈഡിലുള്ള റെഡിനെല്ലാം റെഡ് കളറിലെ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യും. പിന്നെ ഈ സൈഡിലുള്ള ബ്ലാക്കിനെല്ലാം അതിനും ഇതിൻ്റെ കണക്കത്തെ വയറ് ഞാൻ വെച്ചിട്ടുണ്ട് അളവ്, ആ അളവിലുള്ള ബ്ലാക്ക് കളറിലെ ഇത് നമ്മൾ സൈഡിലെല്ലാം ഇങ്ങനെ ഇതിൻ്റെ സൈഡും കളഞ്ഞിട്ട് ഇത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. അങ്ങനെ ടോട്ടല് ഇതിൻ്റെ സൈഡിൽ 1, 2, 3, 4, 5, 6, 7 7 വേണം. ഈ 7 നമ്മൾ ഈ അളവിൽ ഇനി വയറ് മുറിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. അതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് ജോലി. ഇതാണ് അളവ് വരുന്നത്. നമുക്കതായത് 1, 2, 3, 4, 5, 6 അളവിൻ്റെയും കൂടെ കൂട്ടി 7. 7 ആകാനുണ്ട്. 7 നമുക്ക് 7 വയറെടുത്തിട്ടുണ്ട്. 7 വയർ നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് 7 വയർ ഒന്നിച്ച് വെച്ച് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 7 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഓരോന്നായിട്ട് വയ്ക്കാം. നമ്മൾ കട്ടി വെച്ച് ഇതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഞാനത് കട്ട് ചെയ്ത് കണ്ടോ, കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ 2 സൈഡ് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ ഇങ്ങനത്തെ എല്ലാം എടുക്കാവേ.
സൗണ്ട് കുറച്ചേ. അങ്ങനെ നമ്മൾ 7 എണ്ണത്തിൻ്റെയും എടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഈ സൈഡ് കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വെക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഈ റെഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാമായിട്ട് കണക്ട് ചെയ്ത് വെക്കാവേ. നെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാം.
ഇങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് ഫുള്ളും ഇവിടെ വെക്കണേ. റെഡിൻ്റെ സൈഡിലത്തെ നമ്മളിപ്പോൾ 1 2 3 4 5 കണക്ട് ചെയ്ത് 3 നമുക്കിവിടെ കണക്ട് ചെയ്യാണ്ട്. അതായത് നമുക്ക് എല്ലാം വേറെ കൂടെ അല്ലാതെ ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ ചെയ്യാം. നമ്മൾ വലിയ വൃത്തികേടും വരത്തില്ല. ഇത് റെഡിൻ്റെ ബ്ലാക്കിന് നമുക്കിങ്ങനെ തന്നെ ചെയ്യണം. റെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ചെയ്യണം. ലാസ്റ്റിന് ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പം നമ്മൾ റെഡിൻ്റെ സൈഡിലൊക്കെ തീരും കേട്ടോ. റെഡിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലേ. ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ സൈഡ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ ഭാഗമാണ് അടുത്ത് ചെയ്യാനുള്ളത്. അത് ഞാൻ അളവൊക്കെ എടുത്തുള്ള വയറെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം എല്ലാം. ഓക്കെ, അതായത് നമ്മൾ റെഡിൻ്റെ എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കും. കണ്ടോ, ഫുള്ളും റെഡിൻ്റെ സൈഡ് ഫുള്ളും ചെയ്ത് നമ്മൾ ഇനി നമുക്ക് ഈ ബ്ലാക്കിൻ്റെ സൈഡാണ് ചെയ്യാനുള്ളത്. അതിന് നമുക്ക് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ബ്ലാക്കിൻ്റെയും ഒരു അളവിൻ്റെ ഒരെണ്ണമുണ്ട്. ഈ അളവ് വെച്ചിട്ട് നമുക്ക് 7 എണ്ണമാണ് അവിടെ വേണ്ടത്. 7 എണ്ണം നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കട്ട് ചെയ്യാമല്ലോ. അങ്ങനെ 7 എണ്ണം ബ്ലാക്കിൻ്റെ നമ്മളെടുത്ത് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് രാത്രി ലൈവൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഇന്ന് ലൈവ് എടുത്ത് നടക്കില്ല ഗൈസ്. നമ്മളിതിൻ്റെ പരിപാടിയിലാണ് ലൈവ് ഇല്ലെന്ന്. പിന്നെ നോക്കട്ടെ, ഇത് ചെയ്ത് കഴിഞ്ഞ് ലൈവ് പോയാൽ ആൾ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര ലേറ്റായ സ്ഥിതിക്ക്
കൈ നിറച്ചും പശയായി. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെയും എടുക്കുക. ഓക്കെ, അങ്ങനെ ഇത് 7 കിട്ടിയേ. നമുക്ക് ചേച്ചി വെച്ചിട്ട് ബ്ലാക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ചെയ്യാമേ. ഒരാട്ടം ഇത് നമ്മൾ നേരത്തെ ചെയ്താണ് തന്നെ ബ്ലാക്കിൻ്റെ ചെയ്യാമേ. ഇത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ബ്ലാക്കിൻ്റെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തു അടുത്ത ചെയ്യാം. ഇപ്പം ഇവിടെ വരുന്ന കാറ്റ് ഫാനിൻ്റെ കാറ്റാണ് കേട്ടോ. ഫാനിൻ്റെ ആണല്ലോ ഒടുക്കം വെച്ച് ചൂട് കാറ്റാണ് വരുന്നത്. നല്ല കൂളായിട്ടുള്ള തണുത്ത കാറ്റ് കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉള്ള ചൂടെല്ലാം വെളിയിലോട്ടും പോകണം, കൊതുകിനെ ഒന്നും അകത്തോട്ട് കയറ്റാനും പാടില്ല. എന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാനും പറ്റണം, ജനലും വാതിലുമൊക്കെ. അതിനുള്ളൊരു ഇതാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഫാനുണ്ടെങ്കിൽ നല്ല ചൂട് കാറ്റാണ് ഈ ഫാനിൻ്റെ കൂടെ വരുന്നത്. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ കാറ്റിലാണ് ഞാൻ കിടന്നുണങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ കാറ്റിലല്ല, ഇതിൻ്റെ തണുപ്പിൽ. ഈ ടേബിൾ ഫാനിനെക്കാട്ടിലും സീലിംഗ് ഫാനിനെക്കാട്ടിലും നല്ല തണുപ്പ് കിട്ടുന്നതാണിത്.
ഇത് നമുക്ക് വേറെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഫാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് തണുപ്പ് മാത്രം, അതായത് ചൂടിനെ വെളിയിലോട്ട് കളഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ചൂടിനെ കളഞ്ഞിട്ട് തണുപ്പിനകത്തോട്ട് കയറ്റാനും പറ്റും. ഫാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫുള്ളാക്കി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. രണ്ട് ലെവൽ നമുക്ക് ഇതിനെ വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മളെല്ലാം ഇവിടെ ചുരുക്കി ഫിക്സ് ചെയ്ത് വെക്കുക. ലാസ്റ്റത്തെയാണിത്. ലാസ്റ്റത്തെ കൂടെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ടാസ്ക് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ലാസ്റ്റത്തെ ആ പണി തീർപ്പ്. നമ്മൾ ലാസ്റ്റത്തെ ഇതും കണക്ട് ചെയ്ത് വെച്ചേട്ടോ. അപ്പം കണ്ടു, ഈ സൈഡും കണക്ട് ചെയ്തില്ല, ഈ സൈഡും കണക്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാവേ. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ഈ ബ്ലാക്കും റെഡും ഇതെല്ലാം നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് സെറ്റ് ചെയ്യാവേ. അയൺ ചെയ്തിടാം. ഞാനിവിടെ ഓൾറെഡി ഇത് കുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, അത് ചൂടാകാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിന് നമുക്കിതിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ഫ്ലെക്സ്, അത് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനും തേച്ച് പിടിപ്പിക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കും. ഇനി നമുക്ക് വെച്ച് സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്കിത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ലാസ്റ്റത്തെ ഒരെണ്ണം മാത്രം നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് വേറെ ഈ ഒറ്റ ഒരെണ്ണത്തെ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സോൾഡർ ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ അകത്ത് വേറെ വയറൂടെ കണക്ട് ചെയ്യാനുണ്ട്. കാരണം അവത്തിരിപ്പം ചെയ്തില്ല. ഇനി നമുക്ക് ഈ ബ്ലാക്കിന് ചെയ്യാറ്. ഇതിൻ്റെ ലാസ്റ്റിലുള്ള ഒന്നും നമുക്ക് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെക്സ് ചെയ്യാം.
വെച്ച് നമുക്ക് അയൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്യാം. ഇതൊക്കെ വീടാൻ സൂക്ഷിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇനി ലാസ്റ്റല്ല ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ സോൾഡറിങ് അയൺ വെച്ച് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഈ വയർ വെച്ച് കണക്ട് ചെയ്യണം. ഈ വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നാണ് ഇതെടുക്കുക. ഇതിൽ ബ്ലാക്ക് വരുന്ന ഇത് നമ്മളിതിൽ ബ്ലാക്ക്, അതായത് മൈനസിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് വെക്കുക. ഇത് പ്ലസിൻ്റെ അകത്ത്. ഇത് രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാറ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമുക്ക് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. ബ്ലാക്കിന് നമുക്ക് ഇപ്പറേന്നും കണക്ട് ചെയ്ത് വെക്കാം. നമുക്ക് സോൾഡറിങ് ചെയ്ത് വെക്കാവേ. അങ്ങനെ ഫുള്ള് നമ്മൾ ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഫുള്ളും സെറ്റ് ചെയ്ത് 8 ലെയറിൻ്റെത് 24 പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ ജനലിൻ്റെ ഭാഗത്താണ്. ഇത് 3 പാളിയുള്ള ജനലാണ്. ഇതിനെ നമുക്ക് സെൻറ്ററിലാണ് ഇത് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിത് കൊണ്ടുവന്ന് കറക്റ്റ് സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അകത്തുള്ള ചൂടെല്ലാം വെളിയിലോട്ട് പോയിട്ട് വെളിയിലുള്ള തണുപ്പെല്ലാം റിട്ടേൺ അകത്തോട്ട് വരാനാണ് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ജനലിൻ്റെ പാളിയിലുള്ള ഈ ബാക്കി ഭാഗങ്ങളൊക്കെ ഈ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് 4x ഷീറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ അവൈലബിൾ ആണ്. ഇത് നമ്മൾ എടുത്തിട്ട്
ജനലിൻ്റെ ഫുള്ളും വെച്ച് കവർ ചെയ്യും. അതായത് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ട് ഈ എക്സ്പ്രസിൻ്റെ ചെറിയ ഫാനുള്ളത് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗ്യാപ്പ് ഫുള്ളും ഈ ഫോറക്സ് ഷീറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് ഫുള്ളും കട്ട് ചെയ്ത് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഞാൻ കാണിക്കാവേ. ഇപ്പം ലാസ്റ്റത്തെയാണ് ഫൈനലി നമ്മൾ ഈ ഫോറക്സ് ഷീറ്റ് കൊണ്ട് ഇവിടെ ഫുള്ളും ഈ ജനൽ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ 8 ലെയറുള്ള 24 ഫാനുകൾ നമ്മൾ വെച്ചത് സംഭവം ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ്. ഇതിപ്പോൾ ഓണാക്കി ഞാൻ കാണിക്കാം ഇതെങ്ങനെ ഇതിന്ന്. ഇതാണ് ഇതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത 24 ഫാനും കിടന്ന് കറങ്ങുവാണ് കണ്ടോ. ഇതാണ് ഫൈനലി വരുന്ന റിസൾട്ട്. ഇങ്ങനെയാണ് ഫുൾ ഫാനും കറങ്ങുക. അപ്പം നമ്മുടെ റൂമിലുള്ള എല്ലാ ചൂടും ഇതിൻ്റെ അകത്തുള്ള ചൂടെല്ലാം ഇപ്പം ഈ ഫാനിൻ്റെ അകത്തൂടെ വെളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വെളിയിലുള്ള നല്ല തണുത്ത കാറ്റും തണുപ്പും ഒക്കെ ഉള്ളിലോട്ട് കയറി വരും. നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ജനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി പോകുന്ന ചൂട് കാറ്റായിരിക്കും അങ്ങോട്ട് വെളിയിൽ പോകുന്ന. അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ റിട്ടേൺ ഇതിലും വഴി കയറി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ജനൽ ഓപ്പൺ ചെയ്യേണ്ട. വേറെ 2 സൈഡിലുള്ള ജനലുണ്ട്, ഞാൻ കാണിക്കാം. ഇതാ നോക്ക്, ഇത് ഓൺ ചെയ്തിട്ടേക്ക്, അത് ഓൺ ചെയ്തിട്ടേക്കുന്നതാണ്. ഇവിടെ ഓൾറെഡി ഞാനൊരു ജനൽ തുറന്നിട്ടിട്ടുണ്ട് കണ്ടോ. 3 ജനലിൻ്റെ അകത്ത് ഒരെണ്ണം തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ അത് ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അതായത് ചൂട് പോകുമ്പോഴത്തേക്കിന് നല്ല തണുത്ത കാറ്റ് വെളിയിൽ നിന്ന് വരുന്നതിനാണ് ഈ കർട്ടൻ കണ്ടോ. ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും പറയണം, വന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. ഇതിപ്പം പുറത്തു നിന്നുള്ള നല്ല കാറ്റാണ് വന്നുകൊണ്ടിരുന്നത്, കർട്ടൻ അനങ്ങിക്കൊണ്ടിരുന്നത് കണ്ടോ. ഇപ്പം നോക്ക്, ഇപ്പം കർട്ടൻ അനങ്ങായിരിക്കും. ഇപ്പം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നോക്ക്, കർട്ടൻ വീണ്ടും അനങ്ങുന്നു. അതായത് പുറത്തുനിന്നുള്ള നല്ല കാറ്റാണ് വരുന്നത്. ഇവിടെ ഒരു ജനലുണ്ട്. ഇവിടെ ഞാൻ ജനലൊന്നും തുറന്നിട്ടിട്ടില്ല. ഇത് തുറക്കാണ്ട് ഫുള്ളും ഇത് ക്ലോസ് ചെയ്തിട്ടേക്കും ഈ ജനൽ. പക്ഷേ ഇവിടെ ഇപ്പം ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ടോ ഈ കർട്ടൻ കിടന്ന് അനങ്ങുന്ന നോക്കി. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. നല്ല തണുത്ത എയറാണ് വെളിയിൽ നിന്ന് വരുന്നത്. ഇപ്പം ഞാൻ ഈ ഫാൻ പോലും ഇട്ടിട്ടില്ല, മുകളിലും ഫാനില്ല കണ്ടോ. ഇതാണ് ഇപ്പോൾ ഓൺ ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഇത് നല്ല കൂളിംഗ് ആണ് വരുന്നത്. ഇനി അത് നോക്കി എന്താ ഇത് ഇപ്പോൾ ഓഫ് ചെയ്ത് കേട്ടോ. ഓഫ് ചെയ്തപ്പോഴുള്ള അവസ്ഥ കണ്ടോ, കർട്ടനൊന്നും അനങ്ങുന്ന പോലും ഇല്ല. ഇനി ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഓൺ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഓണാക്കി. ഇനിയിപ്പോൾ നോക്കണം, അനങ്ങാത്ത കർട്ടൻ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടോ കാറ്റത്ത്. ഇതാണ് ലാസ്റ്റത്തെ റിസൾട്ട് വരുന്നത്. നല്ല തണുപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഇതാണ് അവസാന റിസൾട്ട് കണ്ടല്ലോ. ഇതിപ്പം വെച്ചതിലൂടെ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ശ്വാസം വിടുമല്ലോ, അത് നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ ശ്വാസം അല്ലെങ്കിൽ ആ ഒരു എയർ എല്ലാം ഇത് പിടിച്ചെടുത്ത് വെളിയിലോട്ട് പോകുന്നുണ്ട് ഇതുവഴി. അപ്പം നമുക്ക് മറ്റുള്ള ഏത് വിൻഡോയും ഏത് ജനലും തുറന്നിട്ടാൽ നമുക്ക് അവിടുന്ന് നമുക്ക് നല്ല തണുപ്പും നല്ല കൂളായിട്ടുള്ള ഓക്സിജനും നമുക്ക് കിട്ടും. പിന്നെ കൊതുകെന്ന് പറഞ്ഞ വൻ ശല്യത്തെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. കാരണം നമ്മളുടെ വായു അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസം പോകുന്നു, അതിലൂടെയാണ് കൊതുകിന് ഇതിൻ്റെ സ്മെല്ല് മനസ്സിലാക്കി ഇവിടെ മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട്, ഇവിടെ കയറിക്കഴിഞ്ഞാൽ അവനെ കുത്തി അവൻ്റെ ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന കുറേ കൊതുകണ്ണന്മാരുണ്ട്. അവരൊക്കെ ഇപ്പം ഈ ഫാനിന് തൊട്ട് പുറകിൽ അതായത് വെളിയിലായിട്ടുള്ള ഭാഗത്ത് കൊതുകെല്ലാം ഇരിക്കുമായിരിക്കും. അതുങ്ങൾക്കൊന്നും ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം നമ്മുടെ ചൂടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ചൂട് വെളിയിലോട്ട് പുറം തള്ളുന്നതിൻ്റെ അവിടെയാണ് കൊതുക് നിൽക്കുന്നത് നമ്മളെ വെയിറ്റ് ചെയ്ത്. പക്ഷെ നമ്മൾ വേറെ ജനൽ തുറന്നിട്ട് കഴിയുകയാണെങ്കിൽ നല്ല കൂളായിട്ടുള്ള
തണുത്ത കാറ്റ് ഇവിടോട്ട് കയറും, തണുപ്പ് ഇതിൻ്റെ അകത്തോട്ട് കയറും. അപ്പം ഇതിനാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വലിയ ഒത്തിരി എക്സ്പെൻസ് ഉള്ള ഒരു കാര്യമല്ല. നമുക്ക് സാധാരണ എല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്നൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം കൊതുകെല്ലാം ഇതിൻ്റെ പുറകിൽ കാണുമായിരിക്കും. നമ്മൾ അകത്താണ്. കൊതുകിന് വേറെ വഴികൾ കയറാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം എന്തൊക്കെയായാലും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്തൊക്കെയായാലും ഇത് നമ്മുടെ പിന്നീട് ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റാണെന്ന് വെച്ചാൽ ഈ ചൂട് സമയത്ത് എന്തുകൊണ്ടും ബെറ്ററാണ്. നമ്മളൊരു ഫാനോ ഒരു AC ഇടുന്ന കൂളിങ് നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ബെനിഫിറ്റുള്ളൊരു കാര്യമാണിത്. പിന്നെ ചിലവ് ചുരുക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ വിൻഡോയുടെ ഇപ്പോൾ ഒരു 24 ഫാൻ വെച്ചിട്ടുണ്ട് എക്സ്ട്രോസ്. ഇത് ഫുള്ളും ഈ വിൻഡോയ്ക്ക് ഇത് ഫുള്ളും കവർ ചെയ്യാനും പിന്നെ പറയാനില്ല. നമുക്ക് 24 എന്നുള്ളത് ഒരു 10-65 ഫാൻ മേടിച്ചുള്ള ഈ ഒറ്റ ഫുൾ വിൻഡോയ്ക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളിലും ഒരു 10 ഇരട്ടിയല്ല 100 ഇരട്ടി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കണ്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.